ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ബാക്കിയായിട്ടുള്ള ഭാഗമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഡോക്ടറും ആരതിപ്പൊടിയും എങ്ങോട്ടെന്ന് അറിയുന്നില്ല, അവർ രണ്ടുപേരും കൂടെ 2-3 ക്ലിപ്പുകൾ ഷൂട്ട് ചെയ്ത ശേഷം എവിടെയോ യാത്ര പോകാനുള്ള പുറപ്പാടിലാണ് കാണിച്ചിരുന്നത്. എന്നാൽ ഇന്നാണ് അത് എവിടേക്കാണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇന്ന് ഡോക്ടർ തൻ്റെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നിന്നും അല്ലാതെ തന്നെ ബാക്കിയുള്ള യൂട്യൂബ് ചാനലുകളിൽ നിന്നും ഭിന്നശേഷിക്കാരായ കുട്ടികളെ നോക്കുന്ന സംഘടനയുടെ പ്രത്യേക ക്ഷണിതപ്രകാരമാണ് ഡോക്ടറും ആരതിപ്പൊടിയും ഇന്നലെ ആ യാത്രയ്ക്ക് പുറപ്പെടുന്നതായി നമ്മൾ കണ്ടത്. ഭിന്നശേഷിക്കാരായ കുട്ടികളെ സംരക്ഷിക്കുന്ന ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സംഘടനയുടെ ബ്രാൻഡ് അംബാസഡറായി ഡോക്ടർ റോബിനെയും ആരതിപ്പൊടിയെയും തിരഞ്ഞെടുത്തിട്ടുമുണ്ട്. ഇന്ന് ഡോക്ടർ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ അദ്ദേഹം ആ കുട്ടികളോടൊപ്പം ചിലവഴിക്കുന്ന ചില നിമിഷങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവരോടൊപ്പം തന്നെ ഫൈസൽ മലബാറും ഉണ്ടായിരുന്നു. അപ്പോൾ കോഴിക്കോട്ടുള്ള ഈ സംഘടനയുടെ മന്ദിരത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. നല്ല കാര്യമാണ്. നമ്മളെ കുട്ടികൾ ഇവിടെ വന്ന് ഇവിടെ സാലറിയിലായിട്ട് വർക്ക് ചെയ്യുന്നു. 2 വാക്ക് പറഞ്ഞോ. ഫൈസലിക്ക ഒട്ടും മുൻകൂട്ടി പറയാതെ പെട്ടെന്നാണ് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് എനിക്കൊരു റെസ്പോൺസിബിലിറ്റി തന്നിരിക്കുന്നത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം എന്താ പറയാ, ഇനിയിപ്പോ എന്നെ കൂടെ സ്ഥാപനമാണ്. കാരണം ഞാൻ നിങ്ങളുടെ കൂടെ എന്തായാലും ഉണ്ടായിരുന്നു. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം, അത്രേ ഉള്ളൂ. കാരണം എന്റെ ലൈഫിൽ ഒരു പാർട്ടി നിങ്ങളുടെ കൂടെയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ആൻഡ് താങ്ക് യു ഫൈസലിക്ക. താങ്ക് യു. ഞാനിങ്ങനെ ബിഗ് ബോസിൽ കണ്ടിട്ട് ഞാൻ വിചാരിച്ചില്ല ഞങ്ങൾ അടുത്തേക്ക് ഇത്രയേറെ ഇറങ്ങി വരും. ആകാശത്തിലെ നക്ഷത്രങ്ങളെ മാതിരിയാണ് ഞങ്ങൾ ഇത്രയേറെ ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്
അതും ഈ സ്ഥാപനത്തിന് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അങ്ങ് വന്നതിൽ വളരെ ഇനി സന്തോഷം. അങ്ങോട്ടുണ്ട്, ഇനി അങ്ങോട്ട് വാം വെൽക്കം ടു. ഞാൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഡോക്ടറോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ ഒരു നല്ല അധ്യായമായി ഈ ദിവസത്തെ കണക്കാക്കാം. പിന്നെ എല്ലാ കാര്യങ്ങളിലും കുറ്റം കണ്ടുപിടിക്കാനും അതിനെപ്പറ്റി കുറ്റം പറയാനും ഒരു കൂട്ടം ആളുകൾ നിർബന്ധമായും ഇറങ്ങിത്തിരിക്കുമെന്നറിയാമല്ലോ. അപ്പോൾ അവരുടെ വാക്കുകൾ പ്രത്യേകിച്ച് കണക്കാക്കേണ്ടതൊന്നുമില്ല. പിന്നെ ഇതൊന്നും അവർക്ക് സഹിക്കുകയുമില്ല. അപ്പോൾ ഇത് മാത്രമേ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ കാണുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.